വെൽനസ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പ്രമാണത്തുള്ള നമ്മുടെ പ്രത്യേകത ആൾക്കാർ പലരും ചോദിക്കുകയാണ്, എന്താണ് മറ്റുള്ള ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് എന്താണ് ഇത്ര പ്രത്യേകത? പുനർജീവന സിദ്ധാന്തം, അതാണ് ഇന്ന് ഡീജനറേറ്റീവ് ഡിസീസിന് വേണ്ടത്. പുനർജീവനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോശങ്ങളുടെ പുനർജീവനം. അതൊരിക്കലും ഒരു മെഡിസിൻ വഴി പറ്റുകയില്ല. ആഹാരം വഴിയേ പറ്റുള്ളൂ, ന്യൂട്രീഷൻ വഴിയേ പറ്റുള്ളൂ, അതായത് ഹെർബൽ വാല്യൂസ് ന്യൂട്രീഷൻ. ഇത്തരത്തിലുള്ള ഒരു പുനർജീവന സിദ്ധാന്തത്തിൽ, ഡീറ്റോക്സിഫിക്കേഷൻ മെത്തേഡിലും പുനർജീവന സിദ്ധാന്തത്തിലും ഇന്നത്തെ എല്ലാ തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ഓറ ആയുഷ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റൽ. അവിടെ മൈൻഡ് മെൻറ്ററിങ്ങിന് വലിയ പ്രാധാന്യമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സില്ലാതെ ശരീരമില്ല. മനസ്സിനെ ആർജിക്കാതെ, മനസ്സ് സ്വീകരിക്കാതെ ഒരു സപ്ലിമെൻറ്റും ഒരു ചികിത്സയും ഒരു രോഗിക്കും പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ അതിന് മൈൻഡ് മെൻറ്ററിങ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ ഹോസ്പിറ്റലാണ് ഓറ ആയുഷ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മറ്റ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, എല്ലാ മതാത്യ ചികിത്സകൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളോടൊപ്പം തന്നെ ഹിപ്നോസിസ് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കുന്നു. ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റുകൾക്കും നമ്മളിവിടെ ശുദ്ധമായ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും അതോടൊപ്പം തന്നെ ഹിപ്നോസിസ് ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ക്ലിനിക്കൽ ഹിപ്നോസിസ് ആൻഡ് അവേഷൻ തെറാപ്പി കൊണ്ടുവന്ന ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ഓറ ആയുഷ് വെൽനസ് ആയുർവേദ ഹോസ്പിറ്റൽ. പൊതുവെ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രാണപ്രപഞ്ചയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഹിപ്നോസിസ് പ്ലസ് അവേഷൻ തെറാപ്പിയാണ്. പല രീതിയിലുള്ള ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടി ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ അതുവഴി വളരെ വ്യക്തമായ രീതിയിൽ ആരോഗ്യത്തിലേക്ക് എത്തുന്നുള്ളത് ഇവിടുത്തെ ടെസ്റ്റിമോണിയൽസ് വീഡിയോസും അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ കഥ എന്നൊരു ബുക്ക് തന്നെ ഒട്ടനവധി തെളിവാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് എല്ലാം ബ്ലഡ് റിസൾട്ടിലൂടെയും സ്കാനിങ്ങിലൂടെയും നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞൊരു 3 മാസത്തെ ചിന്തയിൽ ഒരു 20 പേരെങ്കിലും ലിവർ സിറോസിസിൽ നിന്ന് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രൂവൺ റെക്കോർഡ്സാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഹെരണ്യ നമുക്കറിയാം, പലപ്പോഴും നെറ്റിടുന്ന പ്രോസസ്സൊക്കെ ഒരുപാട് അലോപ്പതി ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒട്ടനവധി ആൾക്കാർക്ക് ഈ ഹെരണ്യയുടെ പ്രശ്നമുണ്ട്. അത് തന്നെ ഒരു നെറ്റിടാതെ, ഒരു ഓപ്പറേഷനും ഇല്ലാതെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് വ്യക്തമായ രീതിയിലുള്ള ടെസ്റ്റിമോണിയലാണ്. അതുപോലെ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റുകളിലും ലഹരി വിരുദ്ധ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിലൂടെയാണ് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ എന്ത് മുട്ട് തേയ്മാനമാണെങ്കിലും, അതേപോലെ തന്നെ ബോൺ അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ സ്കോളിയോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഈ സ്പൈൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്ന അവസ്ഥയിൽ പെൽവിക്സിൻ്റെ വ്യതിയാനം വന്നാൽ നമ്മൾ പഞ്ചകർമ്മ ചെയ്തുകൊണ്ട് ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്കോളിയോസിസും പെൽവിക്സിൻ്റെ ഇംബാലൻസായ അവസ്ഥകളെല്ലാം മാറ്റുന്നു എന്നുള്ളതും വളരെ തെളിയിക്കപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ക്ലിനിക്കൽ ഹിപ്നോസിനെ കുറിച്ച് പറയണം, കപ്പിംഗ് തെറാപ്പിയെക്കുറിച്ച് പറയണം. കപ്പിംഗ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ കൊമ്പ് ചികിത്സയാണ്. പാരമ്പര്യമായി പറയുകയാണെങ്കിൽ മർമ്മ ചികിത്സകളാണ് ഈ ബോൺ അലൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ മ്യൂസിക് തെറാപ്പിയുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഹോസ്പിറ്റലുള്ളത് നേച്ചർ ടോക്സ്. രാവിലെ 7 മണിക്ക് എല്ലാ പേഷ്യൻസിനും പ്രകൃതി സംഭാഷണം എന്നൊരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ, അതിൻ്റെ ജീവജാലങ്ങളിൽ തന്നെ ശരിയായ ആരോഗ്യം, ശരിയായ ജീവിതവും സന്തോഷവും സമാധാനം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒട്ടനവധി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ ഒരു ജീവിതത്തിൽ ഒരാളെ സ്വാധീനിക്കുന്നതിന് ഒരു അതിരില്ല. അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ വഴി. അതുപോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ യോഗ ആൻഡ് മെഡിറ്റേഷനിൽ മെയിനായിട്ട് പറയുന്നത്, ആ സെൻറ്ററിനെ പറയുന്ന പോലും സോൾ, മൈൻഡ് ആൻഡ് ബോഡി അലൈൻമെൻറ്റ് സെൻറ്റർ എന്നാണ്. അത്ര വ്യക്തതയുണ്ട് നമുക്ക് ആരോഗ്യത്തിൽ, ഒപ്റ്റിമൽ ഹെൽത്തിൽ. പിന്നെ നമ്മൾക്കടുത്ത ഒരു കാര്യം പറയാനുള്ളത്, രോഗത്തെ യഥാർത്ഥത്തിൽ ചികിത്സിക്കുന്നത് രോഗകാരണത്തെ ചികിത്സിക്കണം. ദ റൂട്ട് കോസ് ഓഫ് ദി ഡിസീസ് എന്ന് പറയും. അപ്പോൾ ആ സത്യസന്ധമായ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ, സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ തീർച്ചയായിട്ടും ഓറ ആയുഷ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റലിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചത്
ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ വെളിയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഈ പ്രമാണം എന്ന ഗ്രാമപ്രദേശത്ത് ഓറ ആയുഷിനെ തേടി വരുന്നത് ഒരു സന്തോഷമുണ്ട്. ഇനി ഒരുപാട് പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സയൻറ്റിഫിക് ടീമാണ് നമുക്കുള്ളത്. ആയുഷ് പാനൽ ഏകദേശം 10-ൽ മേൽ ഡോക്ടർമാരുടെ ഒരു വലിയ പാനലുണ്ട്. നോക്കുകയാണെങ്കിൽ 400 വർഷത്തെ ടോട്ടൽ എക്സ്പീരിയൻസ് ഉള്ളൊരു പാനലാണ് നമുക്കുള്ളത്. അതിനെ നയിക്കുന്ന ഡോക്ടർ സുജിത് കുമാർ മാധവനാണ്, ഡോക്ടർ ബിപിൻ CP, ഡോക്ടർ രാജ്കുമാരി ഹെലൻ കൃഷ്ണ, അങ്ങനെ ഒട്ടനവധി ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയിലാണ് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഈ ജൈത്രയാത്ര നടത്തുവാൻ സാധിക്കുന്നത്. താങ്ക് യു.